ജെലറ്റേറിയ എന്ന ഇറ്റാലിയൻ കൺസെപ്റ്റിനെ കുറിച്ച് അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഇറ്റാലിയൻ ഫ്ലേവറിലൊരു ഡിഷ് കാണണമെന്ന് തോന്നിക്കാണും അല്ലേ? എന്തായാലും ഇറ്റലിയിലെ ഏറ്റവും പോപ്പുലറായ ഒരു ഡിഷാണ് കാണാൻ പോകുന്നത്. ലോകമെമ്പാടും ഈ ഡിഷ് പ്രസിദ്ധമാണ്. ഇതിൻ്റെ പേര് ടിരാമിഷു. നമ്മൾ ഇനി ഷുഗർ ഫ്രീ ടിറാമിസു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫൈൻ ഇൻഗ്രീഡിയൻസ് 4 എഗ് യോക്ക് വേണം, മാസ്കപ്പോൺ ചീസ്, ഷുഗർ ഫ്രീ സിറപ്പാണിത്, ഇത് എക്സ്പ്രസോ കോഫി, അതിൻ്റെ 2 ഷോട്ടിൻ്റെ എക്സ്പ്രസോ കോഫി, ഇതാണ് മൾട്ടി ടോട്ട് ഷുഗർ ഫ്രീ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ടിറാമിസു ഫ്ലേവർ, കൊക്കോ പൗഡർ, ജലാറ്റിൻ, കോഫി ലിക്കർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്പഞ്ച് കേക്കിന് ഷുഗർ ഫ്രീ എക്സ്പ്രസോ കോഫിയും ഷുഗർ ഫ്രീയും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യണം. എക്സ്പ്രസോ ശരിക്കും കുറച്ച് ഹാർഡായിരിക്കില്ലേ? അതെ, ഇതിന് സ്ട്രോങ് ഫ്ലേവറാണ് വേണ്ടത്. മെയിനായിട്ട് കോഫിയുടെ ആ ഫ്ലേവർ എടുത്ത് നിൽക്കണം. ഇത് നമ്മൾ എക്സ്പ്രസോ കോഫി അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നെസ്കഫേ എന്തെങ്കിലും യൂസ് ചെയ്ത് ബ്ലാക്ക് കോഫി ഉണ്ടാക്കാൻ പറ്റും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് സ്ട്രോങ് ആയിട്ടിരിക്കണം. ഷുഗർ ഫ്രീ ആയതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് ഷുഗർ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് എന്നാ ആ ഒരു അതിൻ്റെ ഫീലും കിട്ടത്തില്ല, യഥാർത്ഥ വ്യത്യാസം വരുന്നില്ല. നമ്മൾ എഗ് യോക്കിൽ അതാകത്തെ പോലെ ബീറ്റ് ചെയ്യണം. ഇത് എന്തുമാത്രമുണ്ട്? ഇത് ഒരു കേക്കിന് 80 ഗ്രാം വെച്ച്, അതായത് ഒരു എഗ് യോക്കിന് 20 ഗ്രാം വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ നേരത്തിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ജലാറ്റിൻ ആഡ് ചെയ്യാം. ബോയിൽ ചെയ്ത് വെച്ച ജലാറ്റിനാണിത്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതിന് ശേഷം നമ്മൾ മാസ്കപ്പോൺ ചീസ് ആഡ് ചെയ്യണം. ാണ് മെയിൻ ഫ്ലേവർ ടിറാമിസു ആഡ് ചെയ്യുന്നത്. ഈ ടിറാമിസു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇറ്റാലിയൻ കസ്റ്റേർഡ്, മസല വൈൻ, ഈ മാസ്കപ്പോൺ ചീസും ഉള്ള ഒരു ഇതാണ്. പിന്നെ കോഫിയുടെ ഫ്ലേവറും ഉണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യുക. ട്രീറ്റ് ചെയ്ത് വെച്ച് സ്പഞ്ച് കേക്കിൻ്റെ മുകളിലേക്ക് പേസ്റ്റ് ചെയ്യുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാതെ നോക്കണം. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ ലെയറിലേക്ക് കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ലെയർ സ്പഞ്ച്. അതിലും ആദ്യമേ ചെയ്ത് വെച്ച പോലെ നമ്മൾ ഷുഗർ ഫ്രീ എക്സ്പ്രസ്സോടെ വെച്ച് ട്രീറ്റ് ചെയ്യണം. ഇനി നമ്മളിതിനെ 2-3 hours ഫ്രിഡ്ജിൽ വെക്കുവാണ് സെറ്റ് ആവാൻ വേണ്ടി. ഇത് 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തേക്കുവാണ്. സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ കൊക്കോ പൗഡർ വെച്ച് മുകളിൽ ടോപ്പ് ചെയ്യാം.
തിരാമിസു റെഡി ആയിട്ടുണ്ട്. ടിരാമിസു തയ്യാറാക്കുന്ന വിധം: ഷുഗർ ഫ്രീ എക്സ്പ്രസോവും ഷുഗർ ഫ്രീ സിറപ്പും തമ്മിൽ മിക്സ് ചെയ്യുക. ഈ മിശ്രിതം വാനില സ്പഞ്ച് കേക്കിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. കേക്ക് മോൾഡിൽ ഇറക്കി വെക്കുക. 4 മുട്ടയുടെ ഉണ്ണിയും പഞ്ചസാരയും ചേർത്ത് സാബയോൺ തയ്യാറാക്കുക. ഇതിലേക്ക് ഉരുക്കിയ ജെലാറ്റിൻ ചേർക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് മാസ്കപ്പോൺ ചീസും ചേർക്കുക. നന്നായി ബീറ്റ് ചെയ്യുക. ഇതിൽ ടിരാമിസുവും വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ട്രീറ്റ് ചെയ്ത സ്പഞ്ച് കേക്കിന്റെ മുകളിൽ ഈ കൂട്ട് പേസ്റ്റ് ചെയ്യുക. ഇതിന്റെ മുകളിൽ കൊക്കോ പൗഡർ വിതറുക. ഇനി ഈ കേക്കിന്റെ മുകളിൽ മറ്റൊരു കേക്ക് വെക്കുക. എക്സ്പ്രസോവും ഷുഗർ ഫ്രീ സിറപ്പും ചേർത്ത് ട്രീറ്റ് ചെയ്യുക. മുകളിൽ അടിച്ച മിശ്രിതം പേസ്റ്റ് ചെയ്യുക. ഇത് ഫ്രിഡ്ജിൽ 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്ത ടിരാമിസുവിന്റെ മുകളിൽ കൊക്കോ പൗഡർ വിതറുക. ടിരാമിസു തയ്യാർ. ഇടവേളയ്ക്ക് ശേഷം രുചികരമായ ചീസ് കേക്ക്.